അടിയന്തരാവസ്ഥയ്ക്ക് 50 ആണ്ട് തികയുമ്പോഴും കേരളത്തിന്റെ നോവായി ഇന്നും നിൽക്കുകയാണ് രാജന്റെ മുഖം. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന രാജനെ കക്കയം ക്യാമ്പിൽ വെച്ചാണ് പോലീസ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. മകനുവേണ്ടി അച്ഛൻ ഈച്ചരവാര്യർ നടത്തിയ പോരാട്ടവും കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ഏടാണ്. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി, കോഴിക്കോട് ആർട്സ് കോളേജിലെ ഹിന്ദി അധ്യാപകൻ ഈച്ചരവാര്യരുടെ മകൻ. മലയാളിയുടെ മനസാക്ഷിയിൽ ഒരു ചുടലക്കനൽ പോലെ ഇന്നും കെടാതെ നിൽക്കുന്ന പേര് രാജൻ. ഒരച്ഛൻ മകനായി നടത്തിയ നീണ്ട പോരാട്ടങ്ങളുടെ കണ്ണീർ ഓർമ്മ കൂടിയാണ് അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട ദിനങ്ങൾ. ഏപ്രിൽ 2 കോളേജ് ഹോസ്റ്റലിന് സമീപത്ത് നിന്ന് വിദ്യാർത്ഥിയായ രാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ടായിരുന്നു അറസ്റ്റ്. പോലീസ് വാനിൽ വെച്ച് തന്നെ തുടങ്ങി മർദ്ദനം. പിന്നെ കക്കയം പോലീസ് ക്യാമ്പിൽ ജയറാം പടിക്കലിന്റെയും പുലിക്കോടൻ നാരായണന്റെയും നേതൃത്വത്തിൽ നരനായാട്ട്. ബൂട്ടിട്ട കാലുകൾ നിർത്താതെ ചവിട്ടി. രാജൻ പിടഞ്ഞു വീണ് മരിക്കുന്നതുവരെ ക്രൂരമായ ആക്രമണം തുടർന്നു. എല്ലുപോലും കിട്ടാതിരിക്കാൻ പഞ്ചസാരയിട്ട് മൃതദേഹം കത്തിച്ചു. കക്കയം ക്യാമ്പിലെ പോലീസ് ക്രൂരതയെക്കുറിച്ചും കാണാതായ മകനെക്കുറിച്ചും നിർഭാഗ്യവാനായ അച്ഛൻ ഓർമ്മക്കുറിപ്പുകൾ എഴുതി. മകൻ മരിച്ചാൽ അച്ഛനോ അതോ അച്ഛൻ മരിച്ചാൽ മകനോ കൂടുതൽ ദുഃഖം? ഉത്തരമില്ല. എന്റെ ലോകം ശൂന്യമായിരിക്കുന്നു. എന്റെ സൂര്യനും നക്ഷത്രങ്ങളും അണഞ്ഞിരിക്കുന്നു. മരിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് എന്റെ കുഞ്ഞിനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത്? മനസാക്ഷിയെ കൊളുത്തി വലിക്കുന്ന വാക്കുകൾ. അടിയന്തരാവസ്ഥയുടെ കറുത്ത ദിനങ്ങൾക്ക് ശേഷവും രാജന്റെ തിരോധാനം രാഷ്ട്രീയ വിഷയമായി കത്തിപ്പടർന്നു. മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ രാജിക്കും കേരളത്തിലെ ആദ്യത്തെ ഹേബിയസ് കോർപ്പസ് കേസിനുമടക്കം നിരവധി സംഭവങ്ങൾക്ക് കൂടി രാജന്റെ മരണം വഴിവെച്ചു. 50 ആണ്ടുകൾക്കിപ്പുറവും നീറുന്ന ഓർമ്മയായി ആ അച്ഛനും മകനും ഇന്നും മഴയത്ത് നിൽക്കുന്നു.